ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ജേർണിയുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ജാനുവരി 20-നാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കോലം ഇതായിരുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് 10 ഡേയിൽ വാഷ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ കോലം ഇതാണ്. എറണാകുളത്തുള്ള ലാഡൻ സിറ്റി എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ആദ്യത്തെ 10 ദിവസത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് 10 തൊട്ട് 50-ാമത്തെ ദിവസം വരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ദിനങ്ങൾ. ആദ്യത്തെ 10 ദിവസം നമുക്ക് ഇവിടെ തൊടാനോ വാഷ് ചെയ്യാനോ പറ്റത്തില്ല. നമ്മൾ ക്ലിനിക്കിൽ കൊച്ചിയിൽ അവിടെ പോയിട്ടാണ് ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തത്. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് വാ. ഹലോ ഗൈസ്, ഏതാണ്ട് ഒരു 9 ദിവസത്തിന് ശേഷമാണ് ഞാൻ മണ്ണി ചവിട്ടുന്നത്. എറണാകുളത്തേക്കാണ്. നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട്. നമ്മുടെ വെച്ച് പിടിപ്പിച്ച മുടികൾ ഇങ്ങനെയാണ്. തിരിച്ച് വീട്ടിട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനി വീട്ടിൽ പോയി പിന്നെയും പഴയ പോലെ അവിടെ ഇരിക്കട്ടെ. പുറത്തോട്ടിറക്കാനൊന്നും പറ്റത്തില്ല. രാത്രി കാലങ്ങളിൽ മാത്രമേ കാണാൻ പുറത്തോട്ടിറക്കാൻ പറ്റും. പിന്നെ സൂര്യനില്ലല്ലോ. ഹെൽമെറ്റ് ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹെൽമെറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട് ടൈറ്റ് ആക്കാതെ അങ്ങനെയൊക്കെ വെക്കാനേ പറ്റൂ. സോ ഒരു 1 മന്ത് നല്ല കെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പോകാം. വീട്ടിൽ വന്നു ഗൈസ്. എത്ര നാളെയെന്നറിയോ ഇങ്ങനെ ഒന്ന് കിടന്നിട്ട്. ഇത്രയും നാളില്ലേ ഷോക്ക് അടിച്ച പോലെ അസംബ്ലിക്കുന്നതിൻ്റെ കൂട്ടായിരുന്നു കിടന്നുറങ്ങുന്നത്. ചരിഞ്ഞൊക്കെ ഒന്ന് കിടന്ന കാലം മറന്ന് ഞാനൊന്ന് ഉറങ്ങട്ട്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് കണ്ട തലയിൽ ഷാമ്പൂ തേച്ചിരിക്കുകയാണ്. ഷാമ്പൂ തേച്ച് ഇങ്ങനെ ചെയ്യണം. ചെറിയ വേദനയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കഴുകിക്കളയാൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ, ബേബി ഷാമ്പൂ ആണ് ഇനി ഒരു കുറേ നാളത്തേക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഏതോ ഒരു ഭാഗത്ത് തൊടുന്ന പോലെ ഫീൽ ചെയ്തു. ഇവിടെ മൊത്തം ഒരു നംനെസ് ആണ്. ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ചെറിയൊരു വളരെ മൈന്യൂട്ടൊരു വേദനയുണ്ട്. നല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിനി ഒന്ന് കഴുകി കളയട്ടെ. നമ്മുടെ ഹെഡ് വാഷ് കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ സ്കാൽപ്പിൻ്റെ അവസ്ഥ. കണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. ബേബി ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത്. ഇതിപ്പോൾ നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള 10-ാമത്തെ ദിവസമാണ്. സർജറി ഡേ കൂട്ടാതെ 10-ാമത്തെ ദിവസം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ഉറങ്ങിയ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഞാൻ നേരെ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഭാഗം ഇങ്ങനെ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ ഒരു കല്ല് വെച്ച് കിട്ടിയേക്കുന്ന പോലെ ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ ചരിഞ്ഞ് കിടന്നാണ്. ഈ സൈഡും വെച്ചിട്ടാണ് കിടന്നുറങ്ങിയിരിക്കുന്നത്. സോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രാവിലെ കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ കാണിച്ചു തന്നതാണ്. പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഈ ബേബി ഷാമ്പു യൂസ് ചെയ്ത് ഇത് കഴുകുക എന്നുള്ളതാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള 12-ാമത്തെ ദിവസമാണ്. ഇതാണ് നമ്മുടെ വെച്ച് പിടിപ്പിച്ച മുടികളുടെ അവസ്ഥ. കുളിക്കുന്ന സമയത്ത് കുറേയൊക്കെ ഇവിടുന്ന് കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഷെഡിങ് ഫേസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് വളർന്നു വരത്തുള്ളൂ. നമ്മുടെ ഈ നോർമൽ ഇവിടെ ഉള്ള ഈ സ്കിന്നും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ചൊന്ന് ബൾജ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് പോകണമെങ്കിൽ കുറേ സമയം എടുക്കും. ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഒരു നോർമൽ കണ്ടീഷനാണ്. അത് ചെറിയൊരു ബൾജിങ് ഉണ്ടാവും. ഈ ഒരു ഭാഗത്തെ സ്കിന്ന് ഭയങ്കര ലൂസായിരിക്കും. അതൊക്കെ ഒന്ന് ഹീലായി വരണമല്ലോ, സമയമെടുക്കും. ഡോണർ ഏരിയ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇതാണ് ഡോണർ ഏരിയ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു വേദനയുണ്ട്. പിന്നെ ഒരു നംനെസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ വെച്ച് കിടക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടെ തല വെച്ചിട്ട് കിടക്കാൻ പറ്റും. നേരത്തെ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബട്ട് ഇപ്പം കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഇതാണ് 12-ാമത്തെ ദിവസത്തെ എൻ്റെ വിശേഷം. നമ്മളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇതിപ്പോൾ 13-ാമത്തെ ദിവസമാണ്. 13-ാമത്തെ ദിവസം വന്നപ്പോൾ നമ്മുടെ ഡോണർ ഏരിയ ആണ് ഇങ്ങനെയാണ് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു പാട് ഇവിടെ ഉണ്ട്, അറിയാൻ പറ്റും ബാക്കിൽ നോക്കുമ്പോൾ. ഇത് മുടി കിളിച്ച് കവറായാൽ മാത്രമേ ഈ പാടും കാര്യങ്ങളൊക്കെ ഇത് മാറത്തുള്ളൂ. ഞാൻ ഒന്നോടൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ചെറിയ ചെറിയ മുടിയൊക്കെ കിളിച്ച് ഇടയ്ക്ക് വരുന്നുണ്ട്. വേണ്ടേ, ചെറിയൊരു ഫംഗസ് പോലെ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല. ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ചൊറിച്ചിൽ ഫീൽ ചെയ്യാറുണ്ട്. ചെറിയൊരു ഫംഗസ് പോലെ ഉണ്ട്. ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിച്ച് നോക്കണം എന്താ അങ്ങനെ വന്നേന്ന്. ഇവിടെയൊക്കെ ചെറിയൊരു ഫംഗസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്.
സോ ഇതാണ് നമ്മുടെ ഡോണർ ഏരിയ. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതെടുക്കാത്ത റീജിയൻ, ഇതെടുത്ത റീജിയൻ, അതാണ് ഈ രണ്ട് കളർ വ്യത്യാസം. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റഡ് റീജിയൻ്റെ കണ്ടീഷൻ. മുടിയൊക്കെ കുറേ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഷെഡിങ് ഫേസ് ഉണ്ട്. നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് വീക്ക് തൊട്ട് മുടി കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. ഈ വെച്ചുപിടിപ്പിച്ചതെല്ലാം ഷെഡായി പോവും. എന്നിട്ടാണ് പിന്നെ അവിടുന്ന് പുതിയ മുടി കിളിച്ചു വരുന്നത്. ആ ഫോളിക്കിൾസ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നോക്കുവാണെങ്കിൽ അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നുള്ള മുടിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വര വരച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് മുടി കുറേ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ബട്ട് ഈ ഭാഗത്തുനിന്നുള്ള മുടി അധികം കൊഴിഞ്ഞു പോകുന്നില്ല. പേടിക്കാനൊന്നുമില്ല, എല്ലാം കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ കൊഴിഞ്ഞു പോകാത്തത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഷെഡിങ് ഫേസിനകത്തുള്ളതാണ്. ഇനി ഡോണർ ഏരിയയും കൂടെ ഞാൻ കാണിക്കാം. സോ ഇതാണ് കേട്ടോ ഡോണർ ഏരിയ. ഞാൻ ഈ ഡോണർ ഏരിയ കണ്ടിട്ട് കുറച്ച് ദിവസമായി. മുടിയൊക്കെ കിളിച്ച് വന്നെന്ന് വിചാരിക്കുന്നു. കിളിച്ച് വന്ന് അതിന് നല്ല രീതിയിൽ കിളിച്ച് വരുമ്പോൾ കവറാവും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഡോണർ ഏരിയയിൽ ചെറുതായിട്ടൊരു ഡാൻഡ്രഫ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ചെറിയ ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡാൻഡ്രഫ് വന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം ഈ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ആദ്യത്തെ ഒരു 10 ദിവസം ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഡാൻഡ്രഫ് വന്ന സമയത്ത് ഞാൻ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തു. 2 തവണ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഡാൻഡ്രഫും കാര്യങ്ങളെല്ലാം പോയി. പിന്നെ ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നു. ആ ചൊറിച്ചിൽ ഇപ്പം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം ഓക്കെ ആണ്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം മര്യാദയ്ക്ക് കിടന്നുറങ്ങാം. ഏത് രീതിയിൽ വേണമെങ്കിലും കിടന്നുറങ്ങാം. നോ ഇഷ്യൂസ്. ഇടയ്ക്ക് മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുരു ഒക്കെ ഇപ്പം പോയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ മുഖത്തു നിന്നൊക്കെ പോയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോയി. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇതാണ് 21ാമത്തെ ദിവസത്തെ നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ. ഇന്ന് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 30ാമത്തെ ദിവസമാണ്. 30ാമത്തെ ദിവസം കറക്റ്റ് 1 മാസം ആയിട്ടുണ്ട്. ഇതാണ് 1 മാസം ആയപ്പോൾ ഉള്ള നമ്മുടെ ഹെയറിൻ്റെ ട്രാൻസ്പ്ലാന്റഡ് റീജിയൻ്റെ കണ്ടീഷൻ. കണ്ടില്ലേ? കുറച്ചുകൂടെ എടുത്ത് നിൽക്കാം. ഇതാണ്. ഇവിടെയുള്ള കുറേ ഹെയർസൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് ഈ സൈഡിൽ അധികം കൊഴിയുന്നില്ല. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു മുഖക്കുരു പോലൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലിയാണ്. ഇത് കണ്ടില്ലേ? കൈ ഉണ്ടോ? തലയിൽ ഒന്നും തേച്ചിട്ടില്ല. സ്റ്റിൽ എൻ്റെ കൈ ഇരിക്കുന്നുണ്ടോ? മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഒരു സംഭവമൊക്കെ വരണത്. വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വിശേഷങ്ങളുണ്ട്. അത് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഒന്ന്, നല്ല അടിപൊളി പനി പിടിച്ച് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. 2, ഇന്നലെ രാത്രി മുതൽ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ. ഇന്ന് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. എൻ്റെ 7:34 ഉറങ്ങിയിട്ടില്ല ഇതുവരെ. എനിക്കിതിൻ്റെ പെയിനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോഴേ മനസ്സിലാവും ഇത് കിഡ്നി സ്റ്റോണാണ്. അത്യാവശ്യം പെയിനുണ്ട്. ഇതിങ്ങനെ സഹിച്ചിരിക്കുകയാണ്. ഒരു പീക്കുണ്ട്. ആ പീക്കിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആ പീക്കിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഇത് പീക്കിലെത്തുമോ ഇല്ലയോ എന്ന് ഞാൻ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പം ഇത് വന്നവർക്ക് ഇതിൻ്റെ പെയിൻ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 30ാമത്തെ ദിവസമായപ്പം ഇതാണ് എൻ്റെ ഒരവസ്ഥ. എനിക്ക് നേരത്തെ ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 1-2 ആഴ്ചയായിട്ട് എനിക്ക് രാത്രി അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പകലാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് വെള്ളം കുടിയും ഭയങ്കര കുറവായിരുന്നു. ഈ മെഡിസിനും പിന്നെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതല്ല. മേ ബി ഡെപ്പോസിഷൻ എന്തെങ്കിലും കൂടിയിട്ടുണ്ടാവും. അതിന് പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ വരും. എനിക്ക് പിന്നെ ഓൾറെഡി കിഡ്നി സ്റ്റോൺ ഉണ്ട്. എല്ലാം കൂടെ ആയപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. സോ ഇപ്പം 8 മണി ആയതേ ഉള്ളൂ. ഒരു 2 മണിക്കൂറുടെ കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി കിടക്കാം. ഡ്രിപ്പ് ഇട്ട് കിടക്കാം. അല്ലാതെ വേറെ വഴിയില്ല. സോ അപ്പോൾ അതാണ് വിശേഷം. കൂടുതലൊന്നും പറയാനില്ല. ബൈ. ഹലോ ഗൈസ്, നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇന്ന് 50 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നിലവിലുള്ള എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ. നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഈ ഭാഗത്ത് കുറേയൊക്കെ മുടി കൊഴിഞ്ഞു പോകാനുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് മുടി അത്യാവശ്യം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇത് വളർന്നിട്ടുണ്ട്. ഇത് കണ്ടാ, ഇനി ഇരുന്നാൽ അറിയാൻ പറ്റും. ഇത് നമ്മൾ വെച്ച മുടിയാണ് ഈ വളർന്ന് വന്നേക്കുന്നത്. ഈ ഇത് കണ്ട ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് ഹൈറ്റ് വന്നിട്ടുണ്ട് ഈ നിൽക്കുന്ന മുടിയൊക്കെ. കണ്ടില്ലേ? ഇതാണ് 50ാമത്തെ ദിവസത്തെ നമ്മുടെ അവസ്ഥ. ഈ ഇവിടൊക്കെ ഉള്ള മുടിയുടെ കൊഴിഞ്ഞു പോയി. നേരത്തെ ഞാൻ കുറെ ഫിനോക്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഒക്കെ തികയ്ക്കാൻ വേണ്ടി ഇനി പിന്നെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് തോന്നണത്. ഇപ്പം നിലവിൽ ദാണ്ട ഈ ഒരു കളർ വ്യത്യാസം കണ്ട. ഈ കളർ വ്യത്യാസം മാറി മാറി വരുന്നുണ്ട്. ഈ കളർ വ്യത്യാസം ഉള്ളിടത്താണ് നമ്മൾ ഇത്രയും ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇവിടെ ചെയ്യാനുണ്ട്, ഇവിടെ ചെയ്തത്. സോ ഇതാണ് 50ാമത്തെ ദിവസത്തെ. ഇപ്പം ഇങ്ങനെയാണ് കോലം. കണ്ട. ഇനി ഡോണർ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഞാനിത് നോക്കിയിട്ട് കുറച്ച് ദിവസമായി. ഇതാണ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല.
എന്താണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കാണുന്നത്. ഇതാണ് ഡോണർ ഏരിയയുടെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം കവർ ആയിട്ടുണ്ടോ തോന്നുന്നു. കുറച്ചും കൂടെ വളർന്ന് ഇറങ്ങുമ്പോൾ മേ ബി ആ മുടിയെടുത്ത സ്ഥലം പിന്നെ അറിയത്തില്ല. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും അത്യാവശ്യം ഈ സൈഡ് ഇങ്ങനെ അങ്ങ് ട്രിം ചെയ്ത് നടക്കലാണ് എൻ്റെ പരിപാടി. ഞാൻ ഇങ്ങനെ ഈ സൈഡിൽ അങ്ങനെ മുടി വളർത്താറില്ല. ഞാൻ കൂടുതലും ട്രിം ചെയ്ത് നടക്കണം. എനിക്കിനി ട്രിം ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അതാണ് ട്രിം ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. ട്രിം ചെയ്ത് നടക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുടി എടുത്ത ഏരിയയിൽ വെളുത്തിങ്ങനെ ഇരിക്കും. നമ്മുടെ ഒരു മുറിവുണ്ടാക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അവിടുത്തെ സ്കിൻ അടക്കമാണല്ലോ ഫോൾഡ് എടുത്ത് മാറ്റുന്നത്. അന്നേരം അവിടുത്തെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയാണ് എടുക്കുന്നത്. അന്നേരം ആ വെളുത്ത പാട് ഇങ്ങനെ എടുത്തെടുത്ത് കാണും. അത് ഭയങ്കര വൃത്തികേടാവും. സോ അതുകൊണ്ട് ഇനി എനിക്ക് ട്രിം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ മൈക്രോ നീഡിലിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ചെറിയ ടാറ്റു, മുടിയുടെ രീതിയിലുള്ള ടാറ്റു അടിക്കുക. അന്നേരം അറിയത്തില്ല അവിടുത്തെ മുടി എടുത്തിട്ടുണ്ടെന്ന്. അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എന്താണെങ്കിലും 1 ഇയർ കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് നോക്കട്ടെ. റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് 50ാമത്തെ ദിവസത്തെ എൻ്റെ അപ്ഡേറ്റ്. ഓക്കെ, 30ാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പനി, കല്ല്. നെക്സ്റ്റ് ഡേ 31ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് പെടലി ഒളുക്കി പണ്ടാരടങ്ങി എന്നുള്ളതാണ്. എനിക്ക് കണ്ണ് കെട്ടി കാണും. അന്ന് ഞാൻ രാവിലെ വരെയുള്ള വീഡിയോ ആണ് ആ ഒരു തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടതിനകത്ത് ഉള്ളത്. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് വേദന മാറിയില്ല. ഇപ്പം കുറേ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പോയി അഗെയിൻ CT എടുത്ത് നോക്കണം. ആ കല്ല് ഇവിടെ ഒന്ന് പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാം. ഇപ്പം വേദനയൊന്നുമില്ല കേട്ടോ, ഓക്കെയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് കിഡ്നി സ്റ്റോണും പനിയെല്ലാം വന്നതിൻ്റെ പേരിൽ എനിക്ക് ഫസ്റ്റ് ഒരു 30 ദിവസത്തെ മെഡിസിൻസ് ആയിരുന്നു അവർ തന്നത്, ടാബ്ലറ്റ്സ്. ആ ടാബ്ലറ്റ്സ് ഒരു 10-15 ദിവസം മുടങ്ങി. ഇന്നാണ് ആ ഒരു 30 ദിവസത്തെ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു തീർക്കുന്നത്. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഉണ്ട്. അത് ഒരാഴ്ച ഒരെണ്ണമാണ് കഴിക്കേണ്ടത്. ഞാനിതിപ്പം 7 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. 4 ആഴ്ച മാത്രമേ ഞാനത് കഴിച്ചോളൂ. പിന്നെ ഇതിനകത്ത് ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ഇത് 30 ദിവസത്തേക്കുള്ളതായിരുന്നു. 50 ദിവസം എടുത്ത് കഴിച്ചു തീർക്കാൻ. പിന്നെ പ്രോട്ടീൻ പൗഡറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 4-5 ദിവസം മാത്രമേ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കുടിച്ചിട്ട് വെള്ളം പ്രോപ്പറായിട്ട് കുടിച്ചില്ലെങ്കിൽ പിന്നെയും ഈ കല്ലിരുന്ന് പണി തരുമോ എന്നൊരു പേടി. അതുകൊണ്ടാണ് ഞാനത് കഴിക്കാഞ്ഞത്. കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ മെഡിസിൻ ഒന്ന് സ്കിപ്പായിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് തിരക്കിയിരുന്നു. അന്നേരം അവർ പറഞ്ഞത് ബാക്കി മെഡിസിൻസ് എല്ലാം കഴിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ടാണ് ഡിലേ ആയത്. ഫസ്റ്റ് 30 ഡേ കഴിഞ്ഞിട്ട് ഒരു PRP സെക്ഷൻ ഉണ്ട്, അതെടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അന്ന് ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ഇതുവരെ പിന്നെ അങ്ങോട്ട് പോയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, PRP ചെയ്യണം. സോ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് 50 ഡേയ്സിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2 എപ്പിസോഡ്സ് ഹെയർ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 ഞാൻ ഇവിടെ കൊടുത്തേക്കാം, കണ്ടിരുന്നാൽ മതി. സോ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി.